ഹായ് വ്യൂസ്, RJ തേരാവ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഞങ്ങളുടെ സൺഡേയിലെ വീഡിയോ ആണ്. സൺഡേ രാവിലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് പുട്ടായിരുന്നു. പുട്ടിന് അരിപ്പൊടിയും റാഗിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടായിരുന്നു പുട്ടുണ്ടാക്കിയത്. റാഗിപ്പൊടി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു. ഇതുവരെ ഇപ്പോഴാണ് തീർത്തത്. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഹസ്ബൻഡാണെങ്കിൽ മീൻ വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. ഉച്ചയ്ക്ക് ഒരു മണിയാവാറായി കാണും മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക്. അവിടെ മീൻ കടയിലാണെങ്കിൽ നമ്മുടെ നാട്ടിലെ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞണ്ടുണ്ടായിരുന്നു, അയിലയും മങ്കടയും മത്തിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മത്തിയൊക്കെ എല്ലാം വയറ് പൊട്ടി വെളിയിൽ ചാടിയതും ഒക്കെ ആയിരുന്നു. പിന്നെ അത് കുറച്ച് ബെറ്ററായിട്ട് തോന്നിയത് മങ്കടയായിരുന്നു. പിന്നെ ഇത് കട്ട്ലയാണ്. ഇത് ഒരു മുള്ളുള്ളതാണ്. പിന്നെ ഇത് ഇവിടുത്തെ രോഹു, ഇവിടെയൊക്കെ കുളത്തിലും ഒക്കെ വളർത്തുന്ന വലിയ മീൻ. ഇത് നല്ല ഫ്രഷാണ്. അപ്പോൾ കൂടുതൽ ആൾക്കാർ ഇതാണ് വാങ്ങിക്കുന്നത്. ചൂടായതുകൊണ്ട് പെട്ടെന്ന് മറ്റേ മീനൊക്കെ ചീത്തയാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു ദിവസം വാങ്ങിച്ചിട്ട് ചുമന്ന മീൻ വാങ്ങിച്ചിട്ടാണെങ്കിൽ സ്മെല്ല് വന്നിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ ഇവിടുത്തെ മീൻ വാങ്ങിക്കുന്നതായിരിക്കും ചൂട് സമയത്തൊക്കെ നല്ലത്. പിന്നെ അവർ തന്നെ ക്ലീൻ ചെയ്ത് തരും. ഇതിപ്പോൾ നമ്മൾ 2 കിലോയുടെ ഒരു മീനായിരുന്നു വാങ്ങിച്ചത്. അപ്പോൾ സൗമ്യയ്ക്കും വേണമായിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടുപേരൂടെ 1 കിലോ ആക്കിയെടുത്ത് അവർ തന്നെ കട്ട് ചെയ്ത് പീസാക്കി തരും. ഈക്വലായിട്ട് തന്നെ മുറിച്ചും തരും. അപ്പോൾ തലയൊക്കെ രണ്ടായിട്ട് തന്നെ അവർ മുറിച്ചും തരും നമുക്ക്. അങ്ങനെ രോഹു ഒരെണ്ണം എടുത്ത് 2 കിലോയുടെ ഒരെണ്ണം എടുത്തു. പിന്നെ നമുക്ക് ഇത് അച്ചാറിടാൻ പറ്റിയ മീനൊന്നും ഇല്ലായിരുന്നു. ചൂര ഉണ്ടായിരുന്നെങ്കിൽ വാങ്ങിച്ച് അച്ചാറിട്ട് വെക്കാമായിരുന്നു. ഇതിപ്പോൾ വേറെ മീനില്ലാത്തതുകൊണ്ട് പിന്നെ മങ്കട ഒരെണ്ണം എടുത്തു. അത് ഒരെണ്ണം 1 കിലോ ആയിരുന്നു. അത് ഒരെണ്ണം എടുത്ത് രോഹുവും വാങ്ങിച്ചിട്ടാണ് നമ്മൾ പോരുന്നത്. ഞാൻ പോയില്ല, ഹസ്ബൻഡ് പോയിട്ട് വന്നത്. അപ്പോൾ നമ്മൾ വന്നപ്പോഴത്തേക്ക് പിന്നെ ചിക്കൻ ബിരിയാണിയൊക്കെ സെറ്റാക്കിയായിരുന്നു. ചിക്കൻ ബിരിയാണി കുറച്ച് ചിക്കനും 5-6 പീസസൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചിക്കൻ ബിരിയാണിയൊക്കെ ആക്കി. പിന്നെ ആണെങ്കിൽ അബിയാണെങ്കിൽ കുറച്ച് ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് തന്ന് സഹായിച്ചായിരുന്നു. പിന്നെ അപ്പോഴത്തേക്ക് നമ്മളൊരു ഷമാം ഉണ്ടായിരുന്നു, നമ്മുടെ മസ്ക് മെലോൺ എന്ന് പറയും. അതിനെ ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ച് അതിനെ കട്ട് ചെയ്യുമ്പോൾ നമുക്കകത്ത് സീഡ്സിനെ നമുക്കൊരു സ്പൂൺ കൊണ്ട് മാറ്റിയിട്ട് അരിച്ചെടുത്ത് വെച്ചാൽ അതിനകത്തുനിന്നും കുറച്ച് ജ്യൂസ് കിട്ടും. അങ്ങനെ നമ്മൾ സീഡ്സ് എല്ലാം മാറ്റി അതിനെ കട്ട് ചെയ്ത് നമ്മൾ ജ്യൂസ് അടിച്ച്. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ്. നല്ല ഒരു ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് അറിയത്തില്ല. വാട്ടർ മെലോണിൻ്റെയൊക്കെ ഫാമിലി വരുന്നതെന്ന് തോന്നുന്നു. അപ്പം അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രിഡ്ജിനകത്ത് പാലുണ്ടായിരുന്നു, പാൽ ഐസായിട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ നമ്മളെടുത്ത് ജ്യൂസൊക്കെ അടിച്ച് കുറച്ച് നട്ട്സും കൂടെ ഒക്കെ വാരി വിതറി കുടിച്ചു. അപ്പോൾ ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്ക് ജ്യൂസ് അടിച്ച് കൊടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അങ്കിത്തിനും അവയ്ക്ക് സ്കൂളിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. കുറച്ച് ഹാഫ് എടുത്ത് നമ്മൾ ജ്യൂസ് അടിച്ച് ബാക്കി സ്കൂളിലേക്ക് കൊടുത്തു വിടാനും വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചു. പിന്നെ ഇപ്പോഴത്തെ ചൂട് ഭയങ്കരം. ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലുമൊക്കെ എപ്പോഴും വെള്ളമായിട്ട് അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കണം. ജ്യൂസ് കുടിക്കണം, വെള്ളം കുടിക്കണം, വെള്ളം ആവശ്യത്തിന് കുടിക്കണം, ഇല്ലെങ്കിൽ പണി കിട്ടും. അങ്ങനെ നമ്മൾ 4 പേർക്കും ജ്യൂസൊക്കെ എടുത്ത് നമ്മൾ 4 പേരും കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു. ചിക്കൻ ബിരിയാണി എന്ന് പേര്, ചിക്കൻ 5-6 പീസസേ ഉള്ളായിരുന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നമ്മൾ മീനും രോഹു വാങ്ങിച്ചുകൊണ്ട് വന്നത് കുറച്ചെടുത്ത് വറുത്ത് അതും കൂടെ കൂട്ടിയാണ് നമ്മൾ ചോറൊക്കെ കഴിച്ചത്. ജ്യൂസ് നല്ല അടിപൊളിയാണെന്നൊക്കെയാണ് പറയുന്നത്. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പിടിക്കത്തില്ല. പിന്നെ അതിന് ഇച്ചിരി മധുരക്കുറവുണ്ടായത്. പിന്നെ ഞങ്ങൾ ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടാണ് കുടിച്ചത്. പഞ്ചസാരയും കൂടി ഇട്ടാണ് ജ്യൂസ് അടിച്ചത്. പഞ്ചസാര ഇട്ട് ഫ്രൂട്ട് ജ്യൂസ് അടിക്കേണ്ട ആവശ്യമില്ല. ഇതിന് ഒരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ച് മധുരം കൂടെ ആഡ് ചെയ്ത് അങ്ങനെ പിന്നെ നമ്മൾ രോഹു ഇവിടെ ഫ്രൈ ചെയ്തെടുത്ത് ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാൻ വേറൊരു അരിയാണ് വാങ്ങിച്ചു നോക്കിയത്. അടിപൊളി ആയിരുന്നു, ടേസ്റ്റ് നല്ലതായിരുന്നു. പിന്നെ പപ്പടം ഇല്ലായിരുന്നു, തൈരുണ്ടായിരുന്നു. തൈരും കൂട്ടിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ 3-4 പേരും കൂടെ ചോറ് കഴിച്ചു, ബിരിയാണി കഴിച്ചു. നല്ല സോഫ്റ്റ് ആയിരുന്നു, കുഞ്ഞരിയായിരുന്നു, അത് നല്ലതായിരുന്നു. പിന്നെ വൈകിട്ട് കുറച്ച് നേരം കിടന്ന് റെസ്റ്റൊക്കെ എടുത്ത്. ട്യൂഷൻ ഇല്ലായിരുന്നു, സൺഡേ ആയതുകൊണ്ട്. പിന്നെ അങ്കിത്തിനെ അഭിയം കൊണ്ടുപോയി മുടി വെട്ടിക്കാൻ കൊണ്ടുപോയി. ഹസ്ബൻഡാണ് കൊണ്ടുപോയി മുടിയൊക്കെ വെട്ടിച്ചോണ്ട് കുറേ വളർന്ന് നിൽക്കുമായിരുന്നു. ഇന്ന് വെട്ടിയില്ലെങ്കിൽ നാളത്തെ സ്കൂളിൽ ഞാൻ 2ആയിട്ട് മുടി കെട്ടി വിടുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പോയി വെട്ടിച്ചുകൊണ്ട് വന്നിന്ന്. പോയ വഴിക്ക് പിന്നെ അച്ഛനെ സോപ്പിട്ട് 2 പേരും 2 ഷൂ ഒക്കെ വാങ്ങിച്ച്. അബിക്ക് പിന്നെ ഒരു ചെറിയ സാൻഡിൽ പോലത്തെ ചെരുപ്പം വാങ്ങിച്ച് അതും അച്ഛനെ കുത്തിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട്.
എന്നിട്ട് പിന്നെ നമുക്ക് പിന്നെ ഒരു കരിമ്പിൻ ജ്യൂസും കൂടെ വാങ്ങിച്ചുകൊണ്ട് വന്ന്. കരിമ്പിൻ ജ്യൂസ് ഇപ്പം ഇഷ്ടം പോലെ സ്റ്റോളുകളുണ്ട് ഇവിടെ കരിമ്പിൻ ജ്യൂസിൻ്റെത്. ഫ്രഷായിട്ട് വാങ്ങിച്ചു അവിടെ തന്നെ കുടിക്കുന്നത് നല്ലത്. പിന്നെ നമ്മളിപ്പം പെട്ടെന്ന് തന്നെ വരുന്നതുകൊണ്ട് പിന്നെ പോരാൻ നേരമായിരിക്കും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. അതിൽ ഞാൻ പറഞ്ഞത് ഇന്ന് നമ്മൾ 2 ജ്യൂസ് കുടിച്ചെന്ന്. ഷുഗർ പഞ്ചസാര. എന്നാലും ചൂട് സഹിക്കാൻ വയ്യാതെ വരുമ്പോൾ ഇതൊക്കെ എന്തെങ്കിലും കിട്ടിയാൽ മതിയെന്നാവും. ജ്യൂസ് എന്തെങ്കിലും ഒരു തണുത്ത സാധനം കിട്ടിയാൽ മതിയെന്നാവും. അങ്ങനെ നമ്മൾ രാത്രിയിൽ ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ രാത്രിയിലത്തെ ഫുഡിന് പിന്നെ പാസ്തയായിരുന്നു ഉണ്ടാക്കിയത്. പാസ്തയായിരുന്നു. പിന്നെ ഉച്ചക്കലത്തെ ബിരിയാണി ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. അതും കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടാക്കി എടുത്ത്. പിന്നെ ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര തലവേദനയായിരുന്നു ഒരു സൈഡിനകത്ത്. അപ്പം എങ്ങനെയെങ്ങാണ്ടൊക്കെ ആക്കിയെടുത്ത് കഴിച്ച് കഴിഞ്ഞിട്ട് തലവേദനയെന്ന് പറഞ്ഞു. പിന്നെ പാത്രമെല്ലാം കഴുകി തന്നത്. ഉച്ചയ്ക്ക് അബിയായിരുന്നു കഴുകിയത്. ബിരിയാണി കഴിച്ച പാത്രമെല്ലാം കഴുകിയത്. ആ കുക്കറിനകത്ത് തന്നെ ചോറ് അതുപോലെ വെച്ചിരുന്നു. അതുകൊണ്ട് പിന്നെ രാത്രിയിലായിരുന്നു തോനെയും പാത്രം കഴുകാനുള്ളത്. അങ്കിത്തായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പാത്രമൊക്കെ കഴുകി തന്നത്. ഞാൻ പറയാം ഇനി എന്നും ഇങ്ങനെ ചെയ്യണം. 2 പേരും കൂടെ പാത്രം കഴുകിയതിൻ്റെ ഫലമായിട്ട് ഇന്ന് രാവിലെ എനിക്ക് ടാങ്കിൽ വെള്ളം തീർന്നായിരുന്നു. രാവിലെ കുളിക്കാനൊന്നും വെള്ളം ടാങ്കിലില്ലായിരുന്നു. ഡ്രമ്മിനകത്ത് പിടിച്ച് വെച്ചെന്നൊക്കെ എടുത്ത് കുളിച്ചിട്ടും പോയത് സ്കൂളിൽ രാവിലെ പോയപ്പോൾ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പാത്രമെല്ലാം കഴുകി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തു. അബിക്ക് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു. ഹോംവർക്ക് എഴുതാനുണ്ട്. എത്ര സമയം ഉണ്ടെങ്കിലും രാത്രിയാവാതെ അവന്മാർക്ക് പുസ്തകം കയ്യിലോട്ട് വരത്തില്ല. അങ്ങനെ ഹോംവർക്കൊക്കെ എഴുതി ഞാനെല്ലാം എഴുതി തീർത്തെന്ന് തന്നെ കാണിച്ചു തരുക. അങ്ങനെ ഹോംവർക്കൊക്കെ കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ കിടക്കാമെന്ന് വിചാരിച്ചു. തലവേദന ആയതുകൊണ്ട് പിന്നെ ഒരു ടാബ്ലറ്റൊക്കെ കഴിച്ചിട്ടാണ് കിടന്നത്. ചൂട് കൂടുന്നതിൻ്റെയൊക്കെ ആയിരിക്കും. പിന്നെ വെള്ളം കൂടെ കുടിച്ചില്ലെങ്കിലും തലവേദന വരും. അങ്ങനെ നമ്മൾ കിടക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഒരു 11:30-12 മണി ആവാറായിക്കണം. അപ്പോഴത്തേക്ക് ഭയങ്കര കതവൊക്കെ തുറക്കുന്ന സൗണ്ട് കേൾക്കുന്നു വെളിയിലത്തെ. അപ്പോഴും നോക്കിയോ ഭയങ്കര കാറ്റ് ഭയങ്കര പൊടിക്കാറ്റ്. ഇന്ന് രാത്രി മഴ പെയ്യുമായിരിക്കും. ഇടിവെട്ടി മഴ പെയ്യുമായിരിക്കും. ഇതുണ്ട്, മിന്നലുണ്ട്. പൊടി കണ്ണി കയറുന്നു. ഭയങ്കര ചൂട് കാറ്റ്. കേറാടെ ഞാൻ കണ്ണും പൊത്തിക്കൊണ്ടിരുന്നാണ് വീഡിയോ എടുക്കുന്നത്. ഭയങ്കര കാറ്റ്. ഓഹോ, അടിപൊളി കാറ്റ്. രാവിലത്തെ പകലത്തെ ഭയങ്കര ചൂടിൻ്റെ തന്നെ ചൂട് കാറ്റായിരിക്കുന്നത്. അങ്ങ് അപ്പുറത്തില്ല അങ്ങൊരു സ്റ്റാൻഡ്. ഞങ്ങൾ ഉറങ്ങാൻ കിടന്നതായിരുന്നു. അപ്പോഴും ഭയങ്കര കാറ്റടിക്കുന്ന സൗണ്ട് കേട്ടുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി വന്നതാ. അപ്പോഴും കാറ്റ് വീശിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട്.
നമ്മൾ ഈ പ്രാവശ്യം പ്രാർത്ഥന ചെയ്ത് കിടക്കും ഗേറ്റിലല്ലേ ഉറങ്ങുന്നതിനോ തുറങ്ങാൻ തുറക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ സൺഡേയിലെ വീഡിയോ ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഉറങ്ങാൻ കിടന്നതിൻ്റെയാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്.